നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം തരം തുല്യത മലയാളം, അതിലെ യൂണിറ്റ് 4 നവീന യുഗത്തിൻ്റെ വാഗത്തോപ്പുകൾ, അതിലെ ദുരവസ്ഥ എന്ന കവിതയാണ്. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു പ്രവേശകം തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു എഴുതിയ 4 വരികൾ. നമുക്കതൊന്ന് നോക്കാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എത്ര ആശയങ്ങൾ നിറഞ്ഞ, അർത്ഥം നിറഞ്ഞ വരികൾ. എല്ലാവരും മനസ്സിലാക്കി ജീവിക്കേണ്ട വരികൾ. ജാതിയും മതവും എല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാ ആളുകളും സഹോദര സ്നേഹത്തോടെ വാഴുന്ന മാതൃകാസ്ഥാനം ആണ് നമ്മുടെ നാട്. അങ്ങനെ ആയിത്തീരണം നമ്മുടെ നാട് എന്ന് അദ്ദേഹം ഉദ്ഘോഷിക്കുന്നു. കേരളത്തിന്റെ ആത്മീയ ആചാര്യൻ ആയ ശ്രീനാരായണ ഗുരു എഴുതിയ 4 വരികൾ. ആ വരികൾ വെച്ചുകൊണ്ട് ഇവിടെ ചോദിക്കുന്നു, മാനവ സാഹോദര്യത്തെക്കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാട് സമകാലിക സാമൂഹിക ജീവിതാവസ്ഥയുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക. കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇങ്ങനെയുള്ള മഹത് വചനങ്ങൾ പ്രചരിപ്പിച്ച ജനങ്ങൾക്ക് നൽകിയ മഹത് വ്യക്തി. ദൈവം 2 ജാതിയാണ് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളതെന്നും അത് ആൺജാതിയാണെന്നും പെൺജാതിയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടം, അദ്ദേഹം ഈഴവ സമുദായത്തിന്റെ സമുദ്ധാരണത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് പ്രയത്നിച്ചിരുന്ന ഒരു കാലം. അന്ന് ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥ വളരെ അധപ്പതിച്ചതായിരുന്നു. ജാതി കോമരങ്ങൾ തുള്ളി നടക്കുന്ന കാലം. ഉയർന്ന ജാതിയെന്നും താഴ്ന്ന ജാതിയെന്നുമുള്ള വ്യത്യാസം. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന ജാതിക്കാരെ കാണാനോ സ്പർശിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് പാപമായിട്ട് മാറും. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അയിത്തം ഇങ്ങനെയെല്ലാം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നത്. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട്, ജാതിയല്ല മനുഷ്യനാണ് വലുത് എന്ന ആ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എല്ലാ തരത്തിലും മനുഷ്യ ജീവിതത്തിന് നന്മയെ ഉണ്ടാക്കും. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് ജാതിയുടെ പേരിൽ എന്തെല്ലാം ലഹളകളാണ്, വർഗീയ ലഹളകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിന്റെ പേരിൽ നിരപരാധികളായ എത്രയോ ആളുകളാണ് മരണമടയുന്നത്, ജീവനുകൾ നഷ്ടപ്പെടുത്തുന്നത്. ജാതി പറഞ്ഞ് വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലമെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. മനുഷ്യൻ ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ സന്തോഷവും സമാധാനവും തീർച്ചയായിട്ടും ലഭ്യമാകും. ജാതിയല്ല മനുഷ്യസ്നേഹമാണ് വേണ്ടത് എന്ന ഒരു തത്വത്തിലേക്ക് നമ്മൾ എല്ലാവരും ഇറങ്ങിച്ചെല്ലുകയും കൂട്ടത്തിൽ ചെയ്യണമെന്ന് പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക്, പാഠത്തിലേക്ക് പോകാം. പാഠത്തിന്റെ പേര് ദുരവസ്ഥ. ഇത് എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്. ആധുനിക കവിത്രയം 3 കവികളാണ്, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആശയ ഗാംഭീര്യത്തോടെ തിളങ്ങി നിന്ന ഒരു കവിയാണ്. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രമെന്ന് അദ്ദേഹത്തെ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ധാരാളം ഖണ്ഡകാവ്യങ്ങളും മറ്റ് കവിതാ സമാഹാരങ്ങളും രചിച്ചിട്ടുണ്ട്. മഹാകാവ്യം അദ്ദേഹം
എഴുതിയിട്ടില്ല. എന്നാലും അദ്ദേഹത്തെ നമ്മൾ മഹാകവി എന്ന് വിശേഷിപ്പിക്കുന്നു. അതിന് കാരണം മഹാകാവ്യത്തിന് തുല്യമായ അനേകം ഖണ്ഡകാവ്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വീണപ്പൂവ്, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, പ്രരോദനം, ചണ്ഡാലഭിഷുകി, ദുരവസ്ഥ, ശ്രീബുദ്ധചരിതം, ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങളുടെ നിര. അദ്ദേഹം തന്റെ കവിതയിൽ സ്നേഹത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം, ഇങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജാതിഭേദത്തെയും ദുരാചാരങ്ങളെയും എതിർക്കുന്ന പ്രമേയം ആദ്യമായി ദുരവസ്ഥയിലും പിന്നീട് അദ്ദേഹം ചണ്ഡാലഭിഷുകിയിലും ആവിഷ്കരിച്ചു. ദുരവസ്ഥയുടെ സഹോദരിയാണ് ചണ്ഡാലഭിഷുകി എന്ന് ആശാൻ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു. സവർണരും അവർണരും, ഉന്നത കുലജാതർ താഴ്ന്ന ആളുകൾക്ക് ഒട്ടും പരിഗണന നൽകിയിരുന്നില്ല. അവർക്ക് സമൂഹത്തിൽ ഉയരാനുള്ള സ്ഥാനങ്ങൾ ലഭിച്ചിരുന്നില്ല. വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ടായിരുന്നില്ല. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പോലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയെല്ലാമുള്ള ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ആദ്യം ദുരവസ്ഥയും പിന്നീട് ചണ്ഡാലഭിഷുകിയും എഴുതുന്നത്. ചണ്ഡാലഭിഷുകി ബുദ്ധശിഷ്യനായ ആനന്ദൻ, അദ്ദേഹം ദാഹിച്ചു വലഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ഒരു കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന ഒരു പെൺകുട്ടിയോട് കുടിക്കുവാനായി വെള്ളം ചോദിക്കുകയാണ്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിദാശു നീ. അല്ലയോ സഹോദരി, എനിക്ക് വളരെ വലുതായി ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരൂ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, വെള്ളം കൊടുക്കുകയല്ല അവൾ ചെയ്യുന്നത്, അവൾ പറയുന്നത്, അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാൽ അങ്ങ് ജാതി മറന്നിതോ എന്നാണ്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ദാഹം മൂലം അങ്ങ് ജാതി മറന്നോ? അങ്ങ് ഒരു ഉയർന്ന ജാതിക്കാരൻ, ഞാനൊരു താഴ്ന്ന ജാതിക്കാരി. എൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കാൻ പാടുണ്ടോ? അത് പാപമല്ലേ? അത് അയിത്തമാകില്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ ഞാൻ ജാതി ചോദിക്കുന്നില്ല സോദരി, എനിക്ക് നാവ് വരണ്ടിരിക്കുന്നു, കുറച്ച് വെള്ളം തരൂ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുമ്പോൾ അവളെല്ലാം മറന്നിട്ട് വെള്ളം കൊടുക്കുന്നതായിട്ട് കവി കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ദുരവസ്ഥയിലാകട്ടെ നമ്മൾ കാണുന്നത് മലബാർ ലഹള, 1921 മലബാറിൽ നടന്ന ലഹള. ആ ലഹളയിൽ മാപ്പിളമാർ ഒരു നമ്പൂതിരി ഇല്ലം ആക്രമിക്കുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന സാവിത്രി അന്തർജനം അവർ ഒരു പുലയ കുടിലിൽ അഭയം തേടുന്നു. ചാത്തൻ എന്ന ഒരു പുലയന്റെ കുടിലിൽ. അവിടെ അവൾ കുറെ നാൾ ഒളിവിൽ താമസിക്കുകയാണ്. അതിനിടയിൽ ചാത്തനുമായിട്ട് അവൾ പ്രണയത്തിലാകുന്നു. ഒടുവിൽ ചാത്തനുമായിട്ട് വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഉയർന്ന സമുദായത്തിലെ അംഗമാണ്, നമ്പൂതിരി സമുദായത്തിലെ അംഗമാണ് സാവിത്രി. അങ്ങനെയുള്ള സാവിത്രി ഒരു പുലയനായ ചാത്തനെ വിവാഹം കഴിക്കുക അക്കാലത്ത് സമൂഹം അംഗീകരിക്കുമോ? ഒരിക്കലും ഇല്ല. അതിനെ പൂർണ്ണമായിട്ടും എതിർക്കും. ജാതി വ്യവസ്ഥ നിലനിന്ന ആ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം കവിതയിൽ കൊണ്ടുവന്നത് ഒരു വലിയ വിപ്ലവം തന്നെയായി മാറി. സവർണ ഹിന്ദുക്കൾ എതിർത്തു. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രമേയം കവിതയിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആശാൻ പറയുന്നുണ്ട്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പോലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. നമ്മുടെ കവിതയിലുള്ള വരികളാണ്. ഇങ്ങനെ അന്നത്തെ ജാതി വ്യവസ്ഥയെ ആശാൻ തന്റെ ദുരവസ്ഥ എന്ന കവിതയിലൂടെ ആവിഷ്കരിക്കുന്നു. സാവിത്രിയുടെ ആ മിശ്ര വിവാഹത്തിന്റെ ജാതിക്കോട്ടകൾ തകർത്ത്, സാവിത്രിയിലൂടെ ആ മിശ്ര വിവാഹത്തിന്റെ ജാതിക്കോട്ടകൾ തകർത്ത് നല്ലൊരു നാളെയെ വിഭാവനം ചെയ്യുകയാണ് ആശാൻ. സമൂഹത്തിൽ നിലനിന്നിരുന്ന തന്റെ സമുദായം ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിച്ചിരുന്ന ആ
ബുദ്ധിമുട്ടുകൾ അദ്ദേഹം തന്റെ കവിതയിലൂടെ കാണിച്ച് വിപ്ലവ കവിയായി മാറുകയാണ്. അദ്ദേഹം പാടുന്നുണ്ട്, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അതുകളെ നിങ്ങളെ താൻ. നിങ്ങൾ നിങ്ങളുടെ ചട്ടങ്ങൾ മാറ്റൂ, അല്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മാറ്റിമറിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊരു വിപ്ലവ ആഹ്വാന വാക്യം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. നിലനിൽക്കുന്ന ഏതൊരു ദുർവ്യവസ്ഥയെയും മാറ്റിയില്ലെങ്കിൽ അവ നമ്മളെ തന്നെ അതിന്റെ ഭാഗമാക്കി തീർക്കുമെന്ന ഈ ഉദ്ബോധനം നമ്മുടെ സമൂഹത്തിൽ എന്നും പ്രസക്തമാണ്. ഒരുപക്ഷെ ഈ ചണ്ടാലഭിഷികി, ദുരവസ്ഥ എന്നീ കവിതകളുടെ രചനയിലൂടെ ഒരുപാട് ആളുകളുടെ ശത്രുത കുമാരനാശാൻ നേടിയിട്ടുണ്ടാകണം. എന്തായാലും അദ്ദേഹം പല്ലനയാറിൽ വെച്ചുണ്ടായ റെഡിമീർ ബോട്ടപകടത്തിൽ അകാലത്തിൽ മരണമടയുകയാണ് ചെയ്തത്. പിന്നീട് പറയുന്നുണ്ട്, അഭ്യൂഹങ്ങൾ പലതാണ്, അദ്ദേഹത്തെ ആ ബോട്ടപകടത്തിലൂടെ കൊന്നതാണെന്നും അഭിപ്രായപ്പെടുന്നതുണ്ട്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊരു ചിന്താഗതി അക്കാലത്ത് ധാരാളം ഉണ്ടായി എന്ന് പറയുന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഒരു 4 വരി പാട്ടൊന്ന് പാടാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു സിനിമയിൽ വന്നിട്ടുള്ള ഒരു പാട്ടാണ്. പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കിയാലോ? എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും, ക്രൂരയാം ജാതിയാൽ നൂനമലസിപ്പോയി കേരള മാതാവേ നിൻ വയറ്റിൽ. തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബേ. താണുകിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെ 6-7 കോടിയെന്നും. എന്തിനു കീഴുന്നു ദീനയോ നീ ദേവി, എന്തു ഖേദിപ്പാൻ ദരിദ്രയോ നീ. ഹന്തയി ജാതിയെ ഹോമിച്ചൊഴിച്ചാൽ നിൻ ചിന്തിതം സാധിച്ചു രത്നഗർഭേ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്കൊന്ന് വരാം. എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും, ക്രൂരയാം ജാതിയാൽ നൂനം അലസിപ്പോയി കേരള മാതാവേ നിൻ വയറ്റിൽ. കേരളത്തിൽ ധാരാളം പെരുമാക്കൾ രാജാക്കന്മാർ, പ്രഗത്ഭരായ അനേകം രാജാക്കന്മാർ ഉണ്ടായി. അതുപോലെ നമ്മുടെ കാലടിയിൽ ജനിച്ച ആത്മീയ ഗുരു ശങ്കരാചാര്യർ. തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ, ഇവരൊക്കെ കേരളത്തിലാണ് ജനിച്ചത്. പക്ഷേ ഇതുപോലെ അനേകം മഹത് വ്യക്തികൾ തുഞ്ചനെ പോലെ, കുഞ്ചൻ നമ്പ്യാരെ പോലെ, രാജാക്കന്മാരെ പോലെ, ശങ്കരാചാര്യരെ പോലെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അവരെല്ലാം ജാതിയുടെ പേരിൽ, താഴ്ന്ന ജാതിക്കാരാണെന്ന പേരിൽ കേരളമാകുന്ന അമ്മയുടെ വയറ്റിൽ വെച്ചു തന്നെ ജനിക്കാതെ അലസിപ്പോകുന്നു. എന്നുവെച്ചാൽ നല്ല കഴിവുള്ള അനേകം ആളുകൾ നമ്മുടെ കേരളത്തിൽ, മലയാളത്തിൽ, താഴ്ന്ന സമുദായത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ജാതി താഴ്ന്നതായതുകൊണ്ട് അവർക്ക് ഉന്നതിയിലെത്താൻ സാധിച്ചില്ല, അവരുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല.
തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബേ. ചില കല്ലുകൾ കാണാൻ പ്രഥമ ദൃഷ്ടിയ ഭംഗിയൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ ആ കല്ലുകളെ നമ്മൾ തേച്ചു മിനുക്കിയൊന്നെടുക്കൂ, അതിന് നല്ല തിളക്കമായിരിക്കും, അത് വെട്ടിത്തിളങ്ങും. അപ്പോൾ അതുപോലെ ആ കല്ലുകൾ തേച്ചു മിനുക്കി എടുക്കുന്നത് പോലെ താണു കിടക്കുന്നു നിൻ കുക്ഷിയിൽ, നിന്റെ വയറ്റിൽ, കുക്ഷി വയറ്, നിന്റെ വയറ്റിൽ തേച്ചു മിനുക്കാൻ അവസരം കിട്ടാതെ, ചാണ കാണാതെ, ചാണ തേച്ചു മിനുക്കുന്ന ഒരു ഉപകരണം, ഒരു വസ്തു, ആ ചാണ കാണാതെ 6-7 കോടി ജനങ്ങൾ, പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട് കിടക്കുന്ന ജനങ്ങൾ അങ്ങനെ നിൽക്കുന്നു എന്നർത്ഥം. താഴ്ന്ന സമുദായക്കാർക്ക് അന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കുറെ കാലം കഴിഞ്ഞപ്പോൾ സ്കൂളുകളിൽ അതിനൊരു അവസരം കൊടുത്തു. അപ്പോഴും എല്ലാവരും ഒന്നിച്ച് പഠിക്കാൻ സാധിക്കില്ല. ഒരു ക്ലാസ് മുറിയിൽ തന്നെ പിന്നോക്ക ജാതിയിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും പുറകിലായിരിക്കും ബെഞ്ച് നൽകുക. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് മുൻനിരയിലെത്തിയ ആളുകളും അക്കാലത്തുണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഡോക്ടർ പൽപ്പു. പഠിക്കാൻ വളരെ മിടുക്കനായ അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ടയാളായിരുന്നു. എന്നാൽ അതേ സമുദായത്തിൽപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഉയർന്ന വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ, തിരുവനന്തപുരത്ത് മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ എഴുതുകയും 4ാം റാങ്ക് നേടുകയും ചെയ്തു. എന്നാൽ പിന്നോക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നില്ല. അദ്ദേഹം ഹതാശനായില്ല, നിരാശനായില്ല. അദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ പോയി MBBS എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കഴിവുള്ള പലർക്കും ജാതി താഴ്ന്നതായതുകൊണ്ട് പഠിക്കാനോ ഉന്നത നിലയിൽ എത്താനോ ആ കാലഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. ജാതി വ്യവസ്ഥ അത്രമാത്രം വലുതായിരുന്നു അക്കാലത്ത്. അപ്പൊ ഇവിടെ കവി പറയുന്നത്, പ്രഥമ ദൃഷ്ടിയ ആദ്യം കാണുമ്പോൾ ഒരു ഭംഗിയുമില്ലാത്ത ഒരു കല്ല് തേച്ചു മിനുക്കിയാൽ വെട്ടിത്തിളങ്ങും എന്ന് പറയുന്നത് പോലെ താഴ്ന്ന സമുദായത്തിലുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവന്നാൽ അവർ വളരെ വലിയ സ്ഥാനങ്ങളിൽ എത്തും എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. കവി ചോദിക്കുന്നു, എന്തിനു കേഴുന്നു ദീനയോ നീ ദേവി, എന്തു ഖേദിപ്പാൻ ദരിദ്രയോ നീ. എന്തിനാണ് അമ്മേ ദേവി നീ കരയുന്നത്? നീ ഇങ്ങനെ ദുഃഖിക്കാൻ നീ ദരിദ്രയാണോ? ഒരിക്കലുമല്ല. നിന്റെ ഉള്ളിൽ നിനക്ക് ധാരാളം കഴിവുള്ള ആളുകളുണ്ട്. ഹന്ത ഈ ജാതിയെ ഹോമിച്ചൊഴിച്ചാൽ നിൻ ചിന്തിതം സാധിച്ചു രത്നഗർഭേ. നിന്റെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ, രത്നഗർഭേന്ന്. നിന്റെ ഗർഭത്തിൽ രത്നങ്ങളാണുള്ളത്. പക്ഷേ അത് പുറത്തു വരാതെ അലസി പോവുകയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഈ ജാതി വ്യവസ്ഥയെ ഹോമിച്ച് പുറത്തു കളയണം. ഹന്ത ഈ ജാതിയെ ഹോമിച്ചൊഴിച്ചാൽ നിന്റെ ചിന്തിതം, നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് കവി പറയുന്നത്. അതായത് ജാതി വ്യവസ്ഥയെ പുറന്തള്ളണം. അധമനെന്നോ ഉയർന്നവനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാവരും മനുഷ്യരാണ്, തുല്യരാണ് എന്ന ചിന്താഗതി ഇവിടെ വരണം. അതിന് ജാതി വ്യവസ്ഥയെ ഇല്ലാതെയാക്കണം. ഇവിടെ എന്തൊക്കെയാണ് ജാതി വ്യവസ്ഥയുടെ ദോഷങ്ങൾ ഒന്ന് നോക്കൂ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ, ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ജാതിയെ ഇവിടെ കോമരങ്ങളായിട്ട് കവി പറയുന്നു. കോമരം വെളിച്ചപ്പാട്, തുള്ളുന്ന അമ്പലങ്ങളിലൊക്കെ തുള്ളി ദേവി സാന്നിധ്യം വിളിച്ചു പറയുന്ന വെളിച്ചപ്പാട്. അങ്ങനെയുള്ള കോമരങ്ങളോട് ജാതിയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. തൊട്ടുകൂടാത്തവർ, പരസ്പരം തൊടാൻ പാടില്ല. അടുത്തുകൂടെ തീണ്ടിക്കൂടാത്തവർ, അതുപോലെ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ, പരസ്പരം കണ്ടാൽ മതി, അപ്പോൾ തന്നെ അയിത്തമാകും. തൊടണ്ട, ദൂരെ കൂടി പോകണ്ട, ഒന്ന് കണ്ടാൽ മതി, അതോടുകൂടി അവിടെ അയിത്തമാകുന്നു. കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ, ഒന്നിച്ച് ഇരിക്കില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കില്ല, ആഹാരം കഴിക്കില്ല. ഇങ്ങനെ അനവധിയാണ്, ഒട്ടല്ലഹോ വളരെ അധികമാണ് എന്ത് ജാതി കോമരങ്ങൾ, ജാതിയാകുന്ന വെളിച്ചപ്പാട് എന്ന് കവി പറയുന്നു. ജാതി കോമരങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു.
അപ്പൊ ജാതി വ്യവസ്ഥയുടെ വലിയ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇത്രയും വരികളിൽ നിന്നു തന്നെ വ്യക്തമാകുന്നതാണ്. ദുരവസ്ഥ എന്ന ഖണ്ഡകാവ്യത്തിൽ ഇങ്ങനെയുള്ള ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കവി ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഈ കവിതാഭാഗത്തിന്റെ ആശയം. നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പദ്യഭാഗത്തെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് എത്താം. അതുവരെ എല്ലാവർക്കും